പത്തനംതിട്ട ഇളമണ്ണൂർ ഗവൺമെന്റ് LP സ്കൂളിലെ പ്രീ പ്രൈമറി ക്ലാസ്സിലെ കുരുന്നുകൾ ഒരു കാഴ്ച കാണാൻ കാത്തിരിക്കുകയാണ്. ക്ലാസ് മുറിയിലെ കിളിക്കൂട്ടിലെ ബുൾബുൾ കിളിക്കുഞ്ഞിന് അമ്മ കിളി തീറ്റയുമായി എത്തുന്നത് കാണാനാണ് ഈ കാത്തിരിപ്പ് വിഫലമായില്ല. കിളിക്കുഞ്ഞുമായി കുരുന്നുകളും പ്രീ പ്രൈമറി ക്ലാസ് ടീച്ചർ വിജയലക്ഷ്മിയും നല്ല സൗഹൃദത്തിലാണ്. സ്കൂളിലെ വരയുത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾ വരച്ച ചിത്രങ്ങൾ തൂക്കിയിടുന്നതിനായാണ് ക്ലാസ് മുറിയിൽ മുളങ്കമ്പ് ഇലയോടുകൂടി സ്ഥാപിച്ചത്. ഇവിടെയാണ് ബുൾബുൾ പക്ഷി കൂടുകൂട്ടിയത്. കിളിക്കുഞ്ഞ് കുട്ടികളോട് ഇണങ്ങിക്കഴിഞ്ഞു. തീറ്റ രാവിലെ ആകുമ്പോ വല്ല കിളികള് പറന്നു വരും. തീറ്റ കൊണ്ട് കൊടുത്തിട്ടങ്ങ് പിന്നെ പറന്നു പോകും. കിളി സുഖമായിട്ട് ഇരിക്കുക. വെള്ളമൊക്കെ വല്ലതും കൊണ്ട് കൊടുക്കും. അമ്മയച്ഛനും വെളിയിലൊക്കെ പോയി തീറ്റയൊക്കെ തേടിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കും. മനുഷ്യന്റെ മാത്രമല്ല ലോകം, മറ്റ് ജീവികളുടേത് കൂടിയാണ് എന്ന വലിയ പാഠം കുട്ടികളെ പഠിപ്പിക്കാൻ ഇതിലും വലിയൊരു ഉദാഹരണമില്ലെന്നാണ് വിജയലക്ഷ്മി ടീച്ചറും ഷാനിഫ ടീച്ചറും പറയുന്നത്. കുട്ടികൾക്ക് വളരെയധികം ഗുണകരമാണ്. കാരണം ഇന്നിപ്പോൾ കുട്ടികൾ പൊതുവെ മൊബൈൽ ഫോണിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിലൊക്കെയാണ് സമയം ചെലവഴിക്കുന്നത്. നമുക്ക് പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധം പുതിയ തലമുറയിൽ നിന്ന് അന്യം നിന്ന് പോവുകയാണ്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള നമ്മുടെ സ്വാഭാവികമായ കാഴ്ചകൾ കുട്ടികളിൽ കൗതുകം ജനിപ്പിക്കുന്നതിന്, അതോടൊപ്പം തന്നെ സഹജീവി സ്നേഹം, ആർദ്രത, കരുണ, സ്നേഹം ഇതെല്ലാം പഠിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു മാർഗം വേറെ ഒന്നുമില്ല. ഇത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞങ്ങൾ വരയുത്സവത്തിന്റെ നമ്മുടെ പ്രീ പ്രൈമറിയുടെ പുതിയ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള വരയുത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മുള ഇവിടെ ഞങ്ങൾ സെറ്റ് ചെയ്തത്. കുഞ്ഞുങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ കാണുന്നതിന് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുള സെറ്റ് ചെയ്തത്. ഒരു ഡിസംബർ മാസത്തിലോടുകൂടി ചെറിയ ചുള്ളിക്കമ്പുകളും ഒക്കെ ഇങ്ങനെ താഴെ വീണ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഞങ്ങളിത് ശ്രദ്ധിക്കുന്നത്. ആ സമയത്ത് കിളി വന്നു തുടങ്ങി. ഞങ്ങൾ കണ്ടു കിളികൾ വരുന്നതും പോകുന്നതും എല്ലാം ഞങ്ങളുടെ കാഴ്ചയിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം വന്ന് നോക്കിയപ്പോൾ 2 മുട്ട ഇട്ടിട്ടിരിക്കുന്നു. ഞങ്ങളപ്പോൾ ഇവിടുന്ന് കുറച്ച് അകലേക്ക് മാറിയിരുന്നു, ശല്യമൊന്നും ചെയ്യാതെ. അങ്ങനെ ആ ന്യൂ ഇയറോട് കൂടി പുതിയ 2 കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. ഇങ്ങനെ ഇതേപോലെ സമയത്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പറത്തിക്കൊണ്ട് പോവുകയും ചെയ്തു. കിളിക്കുഞ്ഞിന് ശല്യമാകാതിരിക്കാൻ തങ്ങളുടെ ഇരിപ്പിടങ്ങൾ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടാണ് ഈ കുരുന്നുകൾ പഠനം നടത്തുന്നത്. ഇതിനിടെ അമ്മക്കിളി വീണ്ടും തീറ്റയുമായി ക്ലാസ് മുറിയിലേക്കെത്തി. കുരുന്നുകൾ ക്ലാസ് മുറിയിൽ തങ്ങളുടെ കലാപരിപാടികൾ തുടർന്നു. ഏതാനും ദിവസങ്ങൾക്കകം കിളിക്കുഞ്ഞിനെയും കൊണ്ട് അമ്മക്കിളി പറന്നു പോകും. എത്ര നാൾ വേണമെങ്കിലും കിളിക്കുഞ്ഞ് ക്ലാസ് മുറിയിലെ കൂട്ടിൽ കഴിഞ്ഞോട്ടെ എന്നാണ് കുട്ടികൾ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.